വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ഇവിടെ അതിപ്രധാനപ്പെട്ട 4 പ്രഖ്യാപനങ്ങളെയാണ് പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്സുകൾ ചിന്തിച്ചു. 4-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്തുനിന്ന് ഈ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള ഭാഗത്തുനിന്ന് പ്രധാനമായും നാം കാണുന്നത് 4 പ്രഖ്യാപനങ്ങളാണ്, 4 വിളംബരങ്ങളാണ് കാണുന്നത്. പ്രാരംഭമായി ഞാൻ അത് 4 ഒന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് വരാമെന്നുള്ളതാണ് കർത്താവിൽ ചിന്തിക്കുന്നത്. 1-ാമത്തെ വിളംബരം അഞ്ചാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. 5-ാമത്തെ വാക്യത്തിലാണെങ്കിലും 4ഉം 5ഉം വാക്യങ്ങൾ അത് കണക്റ്റഡ് ആണ്. ആ വിളംബരം എന്താണ്? സ്തോത്രം. 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ 1-ാമത്തെ വിളംബരം അതാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മളതിന്റെ വിശദീകരണം പിന്നാലെ നോക്കാം. രണ്ടാമത്തെ വിളംബരം നമുക്കതിന്റെ 6-ാം വാക്യത്തിലാണ് കാണാൻ കഴിയുന്നത്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു. അത്രയും മതി. അപ്പോൾ 2-ാമത്തെ വിളംബരം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ പ്രഖ്യാപനമാണ്. അതാണ് 2-ാമത്തെ പ്രഖ്യാപനം അല്ലെങ്കിൽ 2-ാമത്തെ വിളംബരം. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ വിളംബരം. നമുക്ക് അതിലേക്കും വരാം. 3-ാമത്തെ പ്രഖ്യാപനത്തിലേക്ക് നമുക്ക് വേഗം വരാം. 7-ാം വാക്യത്തിൽ 3-ാമത്തെ പ്രഖ്യാപനം കിടക്കുന്നത് യേശുക്രിസ്തു വരുന്നു എന്നുള്ളതാണ്. 3-ാമത്തെ പ്രഖ്യാപനം യേശുക്രിസ്തു വരുന്നു എന്നുള്ളതാണ് 3-ാമത്തെ പ്രഖ്യാപനം. 7-ാം വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. നാലാമത്തെ പ്രഖ്യാപനം 8-ാം വാക്യത്തിൽ കാണുന്നു, 1-8 കാണുന്നു. യേശുക്രിസ്തു സർവശക്തനായ ദൈവം. അതാണ് 4-ാമത്തെ പ്രഖ്യാപനം. യേശുക്രിസ്തു സർവശക്തനായ ദൈവം. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 4 പ്രഖ്യാപനങ്ങൾ, വിളംബരങ്ങൾ കാണുന്നു. എന്തൊക്കെയാണ് 4 വിളംബരങ്ങൾ? 1-ാമത്തേത് നാം കണ്ടു, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 2-ാമത്തേത് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ പ്രഖ്യാപനം. 3-ാമത്തേത് യേശുക്രിസ്തു വരുന്നു എന്നുള്ളതാണ് 3-ാമത്തെ പ്രഖ്യാപനം. 4-ാമത്തെ പ്രഖ്യാപനം യേശുക്രിസ്തു സർവശക്തനായ ദൈവം എന്നുള്ളതാണ് 4-ാമത്തെ പ്രഖ്യാപനം. അപ്പോൾ ഈ 4 പ്രഖ്യാപനങ്ങളാണ് ഇവിടെ കാണുന്നത്. നമ്മളതിൽ
ഓരോന്നും ഒന്ന് ചിന്തിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർന്നില്ലെങ്കിൽ നമ്മൾ ഈ പ്രഖ്യാപനം അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. കാരണം നമുക്കിത് ഓരോന്നും വിശദമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. അതിൽ ഒന്നാമത്തെ പ്രഖ്യാപനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്തായിരുന്നു ഒന്നാമത്തെ പ്രഖ്യാപനം? നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം കൂടെ കണക്ട് ചെയ്താണ്. ഒന്നാം അധ്യായത്തിന് 4ഉം 5ഉം വാക്യം കണക്ട് ചെയ്താണ് ഈ വിഷയം നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ പ്രഖ്യാപനം, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ഒരു പ്രഖ്യാപനം ഇവിടെ മാത്രമല്ല, ലേഖനങ്ങളിൽ സുലഭമായി നമുക്ക് ഈ പ്രഖ്യാപനം കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. റോമാലേഖനം മുതൽ യൂദരുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ, ഒട്ടുമിക്കവാറും ലേഖനങ്ങളിൽ ഈ ഒരു പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിനെ ഒരു ആശീർവാദ പ്രഖ്യാപനമൊക്കെ ആയിട്ടാണ് നമുക്ക് കരുതുന്നത്. ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ കൃപയും സമാധാനവുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കൃപയും സമാധാനവുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. സ്തോത്രം. ഇത് ആരോടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. ആരോടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? സ്തോത്രം. അതാണ് ഒന്നാം അധ്യായത്തിന്റെ 4ആം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. അപ്പോൾ ആസിയയിലുള്ള 7 സഭകളോടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. എന്ത്? നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ സഭകൾക്ക് കൃപയും സമാധാനം ഉണ്ടോ? ഉണ്ട്. പക്ഷെ കർത്താവിന്റെ ദാസന്മാരും ആഗ്രഹിക്കുന്നത് അവർ കൂടുതൽ കൃപയും സമാധാനവും അനുഭവിക്കണം എന്നാണ്. ഈ കൃപയും സമാധാനം എന്ന് പറഞ്ഞത് രണ്ടും വേർപെടുത്തി പറയാൻ പറ്റുന്നൊരു വിഷയമല്ല. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ ഒരമ്മ പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ പോലെ, 2 ഇരട്ട കുഞ്ഞുങ്ങൾ പോലെ കൃപയും സമാധാനവും ചേർന്നിരിക്കുന്ന വിഷയങ്ങളാണ്. സ്തോത്രം. ഇതിൽ കൃപ എന്നുള്ള വാക്ക് നമ്മൾ ആദ്യം ചിന്തിക്കുന്നതാണ്. കൃപ എന്നുള്ള വാക്ക് രക്ഷിക്കപ്പെടാത്തവർക്ക് അത്ര പരിചയം കാണുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ് എന്ത്? കൃപ എന്നുള്ള വാക്ക്. എന്നാൽ സമാധാനം എന്നുള്ള വാക്ക് എല്ലാവർക്കും പരിചയമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരും ആഗ്രഹിക്കുന്ന വിഷയമാണ് എന്ത്? സമാധാനം. സകല മനുഷ്യനും, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ആഗ്രഹിക്കുന്നതാണ് സമാധാനം എന്നുള്ളത്. മനുഷ്യൻ ഇന്നില്ലാത്തതും അത് തന്നെയാണ്, സമാധാനം. സ്തോത്രം. എന്നാൽ മനുഷ്യനതില്ലാത്തത് കൊണ്ടാണ് കർത്താവിന്റെ വചനം ഇത് രണ്ടും നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. കൃപയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ പ്രാരംഭമായി നമുക്ക് കൃപ എന്നാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. കൃപ എന്നാൽ എന്ത്? ഞാൻ പറഞ്ഞല്ലോ, കൃപയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പരിചയമുള്ളൊരു കൃപയുണ്ട്. ചോദിക്കുമ്പോൾ തന്നെ വെടിപൊട്ടുന്ന പോലെ മറുപടി പറയുന്നൊരു കൃപയുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ കൊടുക്കുന്ന കൃപയുടെ നിർവചനം അതാണ്. എന്ന് പറഞ്ഞാല് അപാത്രത്തിൽ നൽകപ്പെടുന്ന ദാനം എന്നാണ് കൃപയെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്.
അല്ലെങ്കിൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ചൊരിയപ്പെടുന്ന ഔദാര്യം എന്ന് നമുക്ക് കൃപയ്ക്ക് ഒരു നിർവചനം കൊടുക്കാം. അപാത്രത്തിൽ നൽകപ്പെടുന്ന ദാനം അല്ലെങ്കിൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ചൊരിയപ്പെടുന്ന ഔദാര്യം, ഇത് വളരെ ശരിയായിട്ടുള്ളൊരു വ്യാഖ്യാനം തന്നെയാണ്. എന്നാൽ ഈ കൃപ കൃത്യമായി വെളിപ്പെട്ടത് ഒരേ ഒരാളിലാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം അത് വളരെ കൃത്യമായി വായിക്കുന്നുണ്ട്. ആ കൃപ കൃത്യമായി വെളിപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ആ കൃപ നമ്മുടെ ഇടയിൽ ജഡമായി തീർന്നു, അല്ലെങ്കിൽ വചനം ജഡമായി നമ്മുടെ ഇടയിൽ വന്നു. ആ വചനം ജഡമായവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ കൃപ കൃത്യമായി വെളിപ്പെട്ടത് ഒരാളിലാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ ഒറിജിനൽ കൃപയുടെ നിറവ്, ആ പദം ഒന്നുകൂടെ പറയാം, ഒറിജിനൽ കൃപയുടെ നിറവ് ലോകം കണ്ടത് യേശു ക്രിസ്തുവിലാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വളർച്ചയോട് ബന്ധപ്പെട്ടും കൃപയുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം കർത്താവിന്റെ ജനനത്തിൽ കൃപയുണ്ടായിരുന്നു, അതിന്റെ തെളിവാണല്ലോ ഇപ്പൊ നമ്മൾ വായിച്ചത് യോഹന്നാനിൽ. കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഇനി കർത്താവിന്റെ വളർച്ചയിൽ കൃപയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിലും 52-ാം വാക്യത്തിലും യേശുവിന്റെ വളർച്ചയിൽ കൃപയുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 2-ാം അധ്യായത്തിന്റെ ലൂക്കോസ് 2-ന്റെ 40-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഈ 2-ാം അധ്യായത്തിന് തന്നെ 52-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ വളർച്ചയിലും കൃപയുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം, യേശുക്രിസ്തു മുഖാന്തരമാണ് കൃപ വന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കമ്പാരിസൺ ചെയ്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് ലഭിച്ചത്, എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. കണ്ടോ? ന്യായപ്രമാണത്തെയും കൃപയും കമ്പാരിസൺ ചെയ്ത് പറയുമ്പോൾ പറയുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് ലഭിച്ചതെങ്കിൽ കൃപ യേശു ക്രിസ്തു മുഖാന്തരമാണ് വന്നത്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കൃപയ്ക്ക് നാം അധീനർ എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ഈ ഭൂമിയിലേക്ക് വന്ന ഈ കൃപയ്ക്കാണ് നാം അധീനരായിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ കൃപ വന്നു, വളർച്ചയിൽ കൃപ വന്നു, അവൻ മുഖാന്തരം കൃപ വന്നു. ആ കൃപയ്ക്ക് നാം അധീനരായിരിക്കുകയാണ്. സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പാപം പെരുകിയ ഇടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന്. പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. എന്നാൽ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. സ്തോത്രം.
6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി, പാപത്തെ തോൽപ്പിക്കാൻ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ ആ പാപത്തെ ജയിക്കാൻ നാം ദൈവകൃപയിൽ ആശ്രയിക്കണം. അതുകൊണ്ട് നാം കൃപയ്ക്ക് അധീനരായി ജീവിച്ചാൽ മാത്രമേ കർത്തൃത്വം നടത്താൻ പടിവാതിൽക്കൽ കാത്തു കിടക്കുന്ന ആ പാപത്തെ നമുക്ക് ജയിക്കാൻ കഴിയൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഈ കൃപയ്ക്കു വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഈ കൃപയ്ക്കു വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുത്തുകാരൻ പറയുന്നു, ഈ കൃപയ്ക്കു വേണ്ടി നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലണം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഈ കൃപ ലഭിക്കുന്ന ഏക സ്ഥലം അതൊരു കോൺഫറൻസിലും കിട്ടത്തില്ല, അതാരും തവിക്കണമെന്ന് കോരിത്തരുന്നതല്ല. ആ കൃപ ലഭിക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ. ധൈര്യത്തോടെ ഏത് സമയത്തും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം, അത് കൃപാസനത്തിന്റെ അടുക്കലാണ്. അവിടെയാണ് ഓരോരുത്തരും അവനവന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കൃപയെ ദൈവം കൈമാറുകയാണ്. സ്തോത്രം. പാപം നിങ്ങൾക്ക് നേരെ വരുമ്പോൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് നേരെ വരുമ്പോൾ, തോറ്റുപോകുമെന്ന് നിങ്ങൾ തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കൃപാസനത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറയാം, പിതാവേ, എനിക്കിതിനെ ജയിക്കാൻ, എനിക്കിതിനെ ഓവർകം ചെയ്യാൻ അങ്ങയുടെ കൃപ എനിക്ക് ലഭിച്ചേ മതിയാകൂ എന്ന് പ്രാർത്ഥിച്ചാൽ കൃപാസനത്തിന്റെ അടുക്കിൽ നിന്ന് നിശ്ചയമായും ആ കൃപ നിങ്ങൾക്ക് പകരും. പൗലോസ്ലീഹ ഈ കൃപയ്ക്ക് ഒരു പേര്, പൗലോസ്ലീഹ ഈ കൃപയ്ക്ക് ഒരു പേര്. 2 ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൃപയെക്കുറിച്ച് പറയുമ്പോൾ ആ ഭാഗം പറയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. 2 ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഈ കൃപയ്ക്ക് ഒരു പേരിടുന്നുണ്ട്. സ്തോത്രം. നമുക്കറിയാം അവിടുത്തെ വിഷയം. 3 പ്രാവശ്യം പൗലോസ് തൻ്റെ ശരീരത്തിലുള്ള ശൂലം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ശൂലം എന്ന് ഉദ്ദേശിക്കുന്നത് രോഗമായിരിക്കാം. 3 സീസണിൽ പ്രാർത്ഥിച്ചതെന്നാണ് ചില ചിന്തകന്മാർ പറയുന്നത്. 3 സമയത്ത് അടുപ്പിച്ച് പ്രാർത്ഥിച്ചെന്നല്ല, 3 സമയത്ത് പ്രാർത്ഥിച്ചതെന്നാണ്. ആദ്യത്തെ 2 പ്രാവശ്യവും മറുപടി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. 3-ാമത്തെ പ്രാവശ്യം മറുപടി ഉണ്ടായി. ചിലർ പറയുന്ന പൗലോസ് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല. മറുപടി ഉണ്ടായി, പൗലോസ് ഉദ്ദേശിച്ച മറുപടി അല്ല കിട്ടിയെന്നേ. നമുക്കും ദൈവത്തിൽ നിന്ന് മറുപടി ഉണ്ടാകും ഏത് വിഷയത്തിനും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിനെ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. പ്രാർത്ഥിക്കാൻ നമുക്ക് അധികാരമുണ്ട്. എന്തു തരണമെന്ന് തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ പരമാധികാരമാണ്. സ്തോത്രം. ഇവിടെ പൗലോസിന് കിട്ടിയ മറുപടി എന്താണ്? പൗലോസിന് കിട്ടിയ മറുപടി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ എന്ന് പറഞ്ഞാൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ്. പൗലോസ് കൃപയ്ക്ക് കൊടുത്ത പേരാണ് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി. അപ്പോൾ കൃപയെ നമ്മൾ ആദ്യം ഒരു നിർവചനം ചിന്തിച്ചല്ലോ, ഏത്? അപാത്രത്തിൽ പകരം ദാനം. ആ അർത്ഥത്തിൽ മാത്രമല്ല, ഈ അർത്ഥത്തിലും കൃപയെ ചിന്തിക്കാം. കൃപയെ ശക്തിയായിട്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്. വെറും ശക്തിയല്ല, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി. സ്തോത്രം. അപ്പോൾ പാപത്തെ ജയിക്കാനുള്ള, അതിജീവിക്കാനുള്ള ശക്തിയാണ് കൃപ. സ്തോത്രം. ഇനി ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞല്ലോ, ഒറിജിനൽ കൃപ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് യേശുക്രിസ്തുവിലാണ് ആദ്യം കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം.
ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവന്റെ നിറവിൽ നിന്ന്. അപ്പം നമ്മളിലും കൃപ വന്നിട്ടുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെ പേരും കൃപ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലഭിച്ച കൃപ എവിടെ നിന്നാണ് കിട്ടിയെന്നറിയോ? അവന്റെ നിറവിൽ നിന്ന്. ആരുടെ നിറവിൽ നിന്നാണ് നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന്. ഒറിജിനൽ കൃപയായവന്റെ നിറവിൽ നിന്നാണ് നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ പറയുന്ന കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രഖ്യാപിക്കുന്ന ആസിയയിലെ സഭകളോട് പറയുന്ന ആ കൃപ യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കൃപയാണ്. സ്തോത്രം. ഇനി ഈ കൃപയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. സ്തോത്രം. ഈ കൃപ നമുക്ക് വേണ്ടി ഒരിക്കൽ ദരിദ്രനായി തീർന്ന കൃപയാണ്. ഒരു സുവിശേഷകനായതുകൊണ്ട് അതുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഈ കൃപ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരിക്കൽ ദരിദ്രനായി തീർന്ന കൃപയാണ്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് അത് പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നാം സമ്പന്നരായി തീരുവാൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപയാണ് ഈ കൃപ. ആ കൃപയുടെ നിറവിൽ നിന്നാണ് നാം ഇന്ന് എല്ലാ കൃപയും അനുഭവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് അതേ തൻ്റെ ലേഖനങ്ങൾക്കകത്തെല്ലാം വളരെ വ്യക്തമായി കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും അതേ വിളംബരം നൽകുന്നു. ആസിയയിലെ സഭയോട് പറയുന്നു, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇനി നമുക്ക് കൃപയുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം കൃപ തരുന്നത് ആരാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ കൃപ ആരാണ് തരുന്നത്, ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളതാണ്. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം വന്നല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് വേണമല്ലോ നമ്മൾ ചിന്തിക്കാൻ. നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. ഈ കൃപയുടെ ഉറവിടം, ഈ കൃപ ആരാണ് നമുക്ക് തരുന്നത്? സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും. അപ്പൊ കൃപ നമുക്ക് എവിടുന്നാ ലഭിച്ചത്? ഈ കൃപയും സമാധാനം എവിടുന്നാ ലഭിച്ചത്? കൃപയും സമാധാനം എവിടുന്നാ നമുക്ക് ലഭിച്ചത്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നാണ് ഈ കൃപയും സമാധാനവും നമുക്ക് ലഭിച്ചത്. സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിതാവിങ്കിൽ നിന്നാണ് കൃപയും സമാധാനവും. സ്തോത്രം. ഈ സമാധാനത്തിന് 3 തലങ്ങളുണ്ട്. ഇനി കൃപയും ഈ സമാധാനത്തെ കുറിച്ച് പറയുന്നത് ഇത് 2 ജാതികളുടെ വന്ദന സ്വരം എന്ന ഇതിനെക്കുറിച്ച് പറയുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ ഗ്രേക്കരുടെ 2 ഗ്രീക്കുകാർ തമ്മിൽ കാണുമ്പോൾ പറയുന്ന വന്ദന സ്വരമാണ് എന്ത്? കൃപ. എന്നാൽ 2 യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ പറയുന്ന വന്ദന സ്വരമാണ് ഷാലോ, സമാധാനം. ഇത് 2 ജാതികളുടെ വന്ദന സ്വരമാണ് ഈ 2 പദങ്ങൾ. ഈ സമാധാനത്തിന് 3 തലങ്ങളുണ്ട്. 3 തലങ്ങൾ.
സ്തോത്രം. ഒന്നാമത്തെ തലം ദൈവത്തോടുള്ള സമാധാനം എന്നുള്ളതാണ്. ദൈവത്തോടുള്ള സമാധാനം. രണ്ടാമത്തെ തലം മനുഷ്യരോടുള്ള സമാധാനം. മൂന്നാമത്തെ സമാധാനം ഹൃദയത്തിലും മനസ്സിലും വെളിപ്പെടുന്ന സമാധാനം. സമാധാനത്തിന് 3 തലങ്ങളുണ്ട്. ഒന്ന് ദൈവത്തോടുള്ള സമാധാനം, 2 അത് റോമാലേഖനം 5:1 അത് വായിക്കുന്നുണ്ട്, ദൈവത്തോടുള്ള സമാധാനം. 2 മനുഷ്യരോടുള്ള സമാധാനം. 3 ഹൃദയത്തിലും മനസ്സിലും വെളിപ്പെടുന്ന സമാധാനം. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ ഹൃദയത്തിലും മനസ്സിലും വെളിപ്പെടുന്ന സമാധാനത്തിന്റെ പ്രത്യേകത? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, അത് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിക്കപ്പുറം അതിനെ ഓവർകം ചെയ്യുന്ന ദൈവിക സമാധാനമാണ് ഹൃദയത്തിലും മനസ്സിലും നിറയുന്ന സമാധാനം. അപ്പോൾ ഈ കൃപ നമുക്ക് ലഭിക്കുന്നതിന്റെ ആദ്യത്തെ സോഴ്സാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നാണ് കൃപയും സമാധാനവും ഉണ്ടാകുന്നത്. ഇനി കൃപയുടെ രണ്ടാമത്തെ ഉറവിടം, കൃപ ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? രണ്ടാമത്തെ ഉറവിടം നമുക്ക് ആ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ തന്നെ അത് രേഖപ്പെടുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1:4 തന്നെ അത് പറയുന്നുണ്ട്. അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അപ്പോൾ കൃപയുടെ രണ്ടാമത്തെ സോഴ്സ് എവിടെ നിന്നാണ് കൃപ? അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. ഈ 7 ആത്മാക്കൾ ഏതാണ്? അത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്, സെക്കര്യാ പ്രവചനത്തിൽ അത് കാണുന്നുണ്ട്. ഇനി പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പേരുകളിൽ ഒരു പേര് തന്നെ കൃപയുടെ ആത്മാവ് എന്നാണ്. അതും സെക്കര്യാ പ്രവചനത്തിനകത്ത് കാണുന്നുണ്ട്. ഇനി 3, ഈ കൃപയുടെ മൂന്നാമത്തെ സോഴ്സ്, കൃപ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആദ്യം നമ്മൾ പറഞ്ഞ കൃപയുടെ സോഴ്സ് ആരായിരുന്നു? പിതാവ്. അതാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. രണ്ടാമത് നമ്മൾ പറഞ്ഞ സോഴ്സ് അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കൾ, പരിശുദ്ധാത്മാവ്. മൂന്നാമത് നമ്മൾ കണ്ടു യേശുക്രിസ്തു. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഒറ്റവാക്കിലങ്ങ് പറഞ്ഞാൽ പോരെ. ഞാൻ ചിന്തിച്ച് ഈ ഭാഗം വായിച്ചപ്പോൾ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് സമാധാനം ഉണ്ടാകട്ടെന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ ആലോചിച്ച് ഇത്രയും നീട്ടി കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ച്. ഈ ചില ഇംഗ്ലീഷ് സായിപ്പുമാരുടെ പ്രസംഗം പോലെ സായിപ്പ് ഭയങ്കര ഇംഗ്ലീഷിൽ അടിച്ച് പ്രസംഗം. എന്താ, ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയെന്ന് പറഞ്ഞാൽ മതി, അതിന് സായിപ്പ് 25 മിനിറ്റ് കറങ്ങി തിരിഞ്ഞു വന്നിട്ട് അവസാനം പറയും പൊട്ടിയത്. അങ്ങനെയാണോ ഇതെന്ന് ഞാനൊന്ന് ആലോചിച്ചു. പക്ഷെ എനിക്ക് ഈ 3 വിവരണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചുമ്മാ പറഞ്ഞല്ല. അത് എൻ്റെ ഒരു വെറും ആലോചനയാണ്. കാരണം ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് യേശു ക്രിസ്തുവിനെ അഡ്രസ് ചെയ്യുന്നത്. 1 വിശ്വസ്ത സാക്ഷി, 2 മരിച്ചവരിൽ ആദിജാതൻ,
3 ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഇത് ഓരോന്നിടത്ത് ഓരോ ദിവസം നമുക്ക് സംസാരിക്കാനുള്ള വിഷയമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇരുന്നാലേ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് ഓടിച്ചു വിടുക. സ്തോത്രം. വിശ്വസ്ത സാക്ഷി, ഒന്നാമത്തെ നോക്കാം. വിശ്വസ്ത സാക്ഷി. ഈ വിശ്വസ്ത സാക്ഷി ഭൂമിയിൽ വന്നത്, യേശുക്രിസ്തു ആണല്ലോ ഈ വിശ്വസ്ത സാക്ഷി. ഈ വിശ്വസ്ത സാക്ഷി ഭൂമിയിൽ വന്നത് സമാധാനം പ്രസംഗിക്കാൻ വേണ്ടിയാ വന്നത്, സമാധാനം സാക്ഷിക്കാൻ വേണ്ടിയാ വന്നത്. അത് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് അത് വ്യക്തമാക്കി. അവൻ വന്ന്, ആര് വന്ന്? യേശുക്രിസ്തു വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അപ്പോൾ ഈ വിശ്വസ്ത സാക്ഷി എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? സമാധാനം സുവിശേഷിക്കാൻ, സാക്ഷിക്കാൻ, പ്രസംഗിക്കാൻ. ഇനി രണ്ടാമത്തെ പ്രയോഗം എന്തായിരുന്നു? മരിച്ചവരിൽ ആദിജാതൻ. യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് എന്തിനു വേണ്ടിയാണ്? ഇനി അതവിടെ നിൽക്കട്ടെ. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാ മരിച്ചത്? യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? തിരുവെഴുത്ത് എന്താ പറയുന്നത്? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ ഏറ്റുവാങ്ങി. അങ്ങനെ ആ തിരുവെഴുത്ത് പറയുന്നത്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ ഏറ്റുവാങ്ങി. അപ്പം യേശുക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയാ? നമുക്ക് സമാധാനം തരാൻ. നമുക്ക് സമാധാനം തരാൻ വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്തിനാ ഉയർത്തത്? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. യേശുക്രിസ്തു എന്തിനാ ഉയർത്തത് നോക്കാം. മരിച്ചത് നമുക്ക് സമാധാനം തരാനാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്തിനാണ് ഉയർത്തതെന്നുള്ളത് നോക്കാം. കൊലോസ്യ ലേഖനം 1-ന്റെ 20, 21 വാക്യങ്ങൾ. അതിൽ 20-ാം വാക്യം ശ്രദ്ധിക്കാം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തത് എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയാം, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഉയർത്തത്. ഇനി അത് മാത്രമല്ല, ഇനി കർത്താവ് ഉയർത്ത് വന്നിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ചില മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി ഇതായിരുന്നു: നിങ്ങൾക്ക് സമാധാനം. വാതിലടച്ച യഹൂദന്മാരെ ഭയന്ന് ഇരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്ന യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാൻ സമാധാനം ഉണ്ടാക്കാൻ മരിച്ച ഏക വ്യക്തിയാണ്. സ്തോത്രം. കർത്താവ് തന്റെ കൈയും വിലാപ്പുറവും ഒക്കെ കാണിച്ചു ശിഷ്യന്മാരെ. താൻ സമാധാനം ഉണ്ടാക്കിയതിന്റെ തെളിവ് ശിഷ്യന്മാരെ കാണിക്കുക. തന്റെ കയ്യിലെ ആണിപ്പഴുതും വിലാപ്പുറവും താൻ സമാധാനം ഉണ്ടാക്കിയതിന്റെ തെളിവ് കാണിക്കുക. നമുക്ക് സമാധാനം ഉണ്ടാക്കി തരാൻ വേണ്ടി മരിച്ചു, നമുക്ക് സമാധാനം നൽകിത്തരാൻ വേണ്ടി അവൻ ഉയർത്തു. ഇനി മൂന്നാമത് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയും എന്നാണ് പറയുന്നത്. ഭൂരാജാക്കന്മാർക്ക് അധിപതി. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. യേശുക്രിസ്തു വരുന്നത്, ഇനി വരാൻ പോകുന്നത്, ഭൂരാജാക്കന്മാർക്ക് ഇതുവരെയും പറ്റാതിരുന്ന, അവർക്ക് കഴിയാതിരുന്നൊരു സമാധാനം ഈ ഭൂമിയിൽ കർത്താവ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് വരുന്നത്.
ഭൂരാജാക്കന്മാരുടെ മുഴുവൻ അധിപതിയായി കർത്താവ് സമാധാനം സ്ഥാപിച്ചുകൊണ്ട് ഈ ഭൂമിയെ കർത്താവ് വാഴും. അന്ന് 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 എന്ന് ഭൂരാജാക്കന്മാർക്ക് കഴിയാതിരുന്ന, സ്ഥാപിക്കാൻ പറ്റാതിരുന്ന സമാധാനം ഭൂരാജാക്കന്മാരുടെ മുഴുവൻ അധിപതിയായിരുന്നു കൊണ്ട് കർത്താവ് സ്ഥാപിച്ച് ഈ ഭൂമിയെ വാഴും. അന്ന് പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേര് കർത്താവിന് അന്വർത്ഥമാകും: സമാധാനത്തിന്റെ പ്രഭു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വിളംബരം പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പുത്രനിൽ നിന്നും, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നുമാണ് കൃപയും സമാധാനവും നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സമയം ആയല്ലോ. 4 വിളംബരങ്ങൾ പറയാൻ 4 ക്ലാസ് വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ അടുത്ത വിളംബരം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. എനിക്ക് നിങ്ങൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചോണ്ടാണ്. എനിക്കിപ്പോൾ ആഴ്ച 2 ദിവസമായാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ ശിവപാസോട് പറഞ്ഞു ഇത് ഉടനെ എങ്ങും തീരുമെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങളെക്കാൾ പ്രശ്നം എനിക്കാണ്. ഇപ്പം ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഓടി പിടിച്ചു വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ 2ാമത്തെ വിളംബരം ചിന്തിക്കും. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ പ്രഖ്യാപനം. അല്ലെങ്കിൽ അത് ഇന്ന് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു വിട്ടേക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കിട്ടാൻ സാധ്യതയുണ്ടോ സഹോദര? ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ പറയാം. ഇല്ലെങ്കിൽ ഓടി പാടാം. നമുക്ക് 2ാമത്തെ വിളംബരം കൂടെ ഒന്ന് ചിന്തിക്കാം. അപ്പൊ രണ്ടെണ്ണം അങ്ങ് തീരും. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് ബാക്കി 2 കൂടെ ചിന്തിക്കാം. 2ാമത്തെ വിളംബരം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ പ്രഖ്യാപനം. അത് നമ്മൾ 6ാം വാക്യത്തിലാണ് കണ്ടത്. ആ പ്രഖ്യാപനം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ഏക രക്ഷിതാവ് എന്നുള്ളതാണ് ആ പ്രഖ്യാപനം. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ പ്രഖ്യാപനമാണ് 2ാമത്തെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം യേശുക്രിസ്തു ഏക രക്ഷിതാവ് എന്നാണ്. എന്നാൽ ഈ 5ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ഏത്? സ്തോത്രം. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിലെ ആദിജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഇത് 3ഉം കൂടെ ചേർത്തു പഠിച്ചാൽ ഇത് 3ഉം കൂടെ പ്രഖ്യാപിക്കുന്ന മറ്റൊരു സത്യമുണ്ട്, മറ്റൊരു ഗൗരവമുള്ള സത്യമുണ്ട്. യേശുക്രിസ്തുവാണ് ലോകരക്ഷിതാവ് എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു ഏകരക്ഷിതാവാണ്, യേശുക്രിസ്തു ലോകരക്ഷിതാവാണ്. ഈ 6ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ 6ാം വാക്യത്തിൽ പ്രഖ്യാപനം മാത്രമല്ല, യോഹന്നാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വാക്യം തീരുന്നതിനും ആരാധനയും കാണുന്നുണ്ട്. ആരാധനയില്ലേ? എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്ന് പറഞ്ഞാണ് തീരുന്നത്. ആരാധനയോട് കൂടെ തീരുന്നത്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ പ്രഖ്യാപനം. യേശുക്രിസ്തു ഏകരക്ഷിതാവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യോഹന്നാൻ നിർത്തുകയല്ല. ആ പ്രഖ്യാപനത്തിനോടുകൂടെ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധന കൊടുത്തുകൊണ്ടാണ് യോഹന്നാൻ അവസാനിപ്പിക്കുന്നത്. യേശുക്രിസ്തു ഏകരക്ഷിതാവെന്നും ലോകരക്ഷിതാവെന്നും പറഞ്ഞാൽ അറിയാതെ സ്വോത്രം പറഞ്ഞു പോകും. അറിയാതെ കർത്താവിനെ മഹത്വപ്പെടുത്തി പോകും. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവിടെ 3 കാര്യങ്ങൾ 6ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് 3 കാര്യങ്ങൾ പറയുന്നു. 1, നമ്മെ സ്നേഹിക്കുന്നവൻ 6ാം വാക്യത്തിലുണ്ട്. 2, നമ്മുടെ പാപം പോക്കിയവൻ.
3 രക്തത്താൽ വീണ്ടെടുപ്പ് നൽകിയവൻ. 4 പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കി മാറ്റിയവൻ. 6-ാം വാക്യത്തിൽ നിങ്ങൾക്ക് മലയാളത്തിൽ കാണാൻ കഴിയുന്നത് രാജ്യവും പുരോഹിതന്മാരും എന്നാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന രാജ്യമെന്നല്ല, കിങ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ പ്രഖ്യാപനം എന്ന് വെറുതെ യോഹന്നാൻ പറഞ്ഞല്ല. പിന്നെ കർത്താവ് 4 കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു. 1, അവൻ നമ്മെ സ്നേഹിച്ചു. 2, അവൻ നമ്മുടെ പാപം പോക്കി. 3, അവൻ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. 4, പുരോഹിതന്മാരും രാജാക്കന്മാരും എന്ന പദവി നൽകി നമ്മെ അവൻ മാറ്റി. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവൻ നമ്മെ വീണ്ടെടുത്തു. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു. അവൻ ഏകരക്ഷിതാവ്, ലോകരക്ഷിതാവ്. ഈ 6-ാം വാക്യത്തിലെ ഈ 4 കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ഒരു മെസ്സേജ് ആയിട്ട് മാറ്റാം. കാര്യം നമ്മെ സ്നേഹിക്കുന്നവൻ എന്നുള്ളത് ഇഷ്ടം പോലെ റെഫറൻസുകൾ യോഹന്നാന്റെ ലേഖനത്തിൽ കിടപ്പുണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്. നമുക്കിപ്പോൾ പ്രസംഗമല്ലാത്തതുകൊണ്ട് വിഭജിച്ച് പോകാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തീരത്തില്ല. അതുകൊണ്ടാണ്. സ്തോത്രം. ഈ 4 കാര്യങ്ങൾ ലോകത്തോട് പറയാനാണ് കർത്താവ് നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ഏത് 4 കാര്യങ്ങൾ? അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ള കാര്യം, ഇപ്പോഴും സ്നേഹിക്കുന്നു. 2, അവൻ നമ്മുടെ പാപം പോക്കുന്നവനാണെന്ന് പറയാൻ. 3, അവൻ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു, രക്തം നമുക്ക് നൽകി നമ്മെ വീണ്ടെടുത്തു എന്നുള്ളത് പറയാൻ. 4, അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി എന്ന്. ഈ 4 സന്ദേശങ്ങൾ ലോകത്തോട് പറയാനാണ് കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിലെ എല്ലാ വിശ്വാസികളും ഇന്ന് പുരോഹിതന്മാരാണ്. നാം എല്ലാവരും ഇന്ന് രാജാക്കന്മാരാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട്. നാം എല്ലാവരും കർത്താവിനോടുകൂടെ നാളെ രാജാക്കന്മാരെ പോലെ ഭരിക്കുന്ന സുദിനം വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. അങ്ങനെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരമാണ് നിങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ അനുഭവം ലഭിച്ചത്. അവൻ നമ്മെ സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ പാപം പോക്കുന്നവനാണ്, രക്തത്താൽ നമ്മെ വീണ്ടെടുത്തവനാണ്, നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയവനാണ്. സ്തോത്രം. അപ്പോൾ ഇന്ന് നമുക്ക് 2 പ്രഖ്യാപനങ്ങൾ പഠിപ്പാൻ ദൈവം സഹായിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി 2 പ്രഖ്യാപനങ്ങൾ കൂടെ തീർക്കാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല രാത്രിക്കായി സ്തോത്രം. ഈ ക്ലാസ്സിനെ പരിശുദ്ധാത്മാവ് ഇത്രയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഗ്രഹിപ്പാൻ പ്രിയപ്പെട്ടവരുടെ ബുദ്ധിയെ തുറക്കണം. ജനത്തിന്റെ ഉള്ളിൽ ഈ വചനം ധ്യാനിപ്പാൻ ആവശ്യമായ ആവേശം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇത് അനുഗ്രഹമാകണമേ. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണം. സമാധാനം